You know? Yes. No, sorry. റിട്രീറ്റിനെ കുറിച്ച് ഓർത്തപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഖത്തർ ആ റിട്രീറ്റ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു കുറേ നാളുകളായിട്ട് ഒരു സംശയമായിരുന്നു. അല്ലെങ്കിൽ ചെറിയൊരു ഭയം. ഞാനെപ്പോഴും ഓർക്കും ഈശോ ഒത്തിരി സ്നേഹിക്കണം, പക്ഷേ ചില സംഭവങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയോ ചെയ്യുമായിരുന്നു. ചില സംഭവങ്ങൾ ഞാൻ വിചാരിക്കും, ചില വിശുദ്ധരുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി ഒരു ബുക്ക് വായിക്കാനിടയായി അത് കുറച്ച് പേടിയൊക്കെ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. അന്നേരത്തേന് ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് പേടി? എനിക്ക് പേടി ഉണ്ടാകാൻ പാടില്ലല്ലോ. അന്നേരത്തേന് അതേപ്പറ്റി കുറേ നാളുകൾ ചിന്തിച്ചു. 6-7 മാസത്തോളം ഞാനതേപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് അതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വചനം തന്നതിന് ആൻസർ തരുന്ന പോലെ എനിക്ക് തോന്നി. അത് 1 യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അന്നേരത്തേനും അതിങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം തൊട്ട് ദൈവമേ എനിക്ക് സ്നേഹത്തിൽ പൂർണ്ണത തരണേ, സ്നേഹത്തിൽ പൂർണ്ണത തരണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഖത്തർ ഇതിൻ്റെ പ്രിപ്പറേഷൻ മെറ്റീരിയൽ ഖത്തറിനത് ടോക്കിൻ്റെ കുറച്ച് അതിനകത്ത് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് മുഖേന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയം ചൊരിയപ്പെട്ടിരിക്കുന്നു. അന്നേരത്തേനും ബ്രദർ അതിനകത്ത് പറയുന്നുണ്ട്, അത് അൺക്രിയേറ്റഡ് ലവാണ്. അന്നേരം മേ ബി എൻ്റെ സ്നേഹം ക്രിയേറ്റഡ് ആയിരിക്കും, കണ്ടീഷണൽ ലവാണ്. എൻ്റെ സ്നേഹത്തിലെല്ലാം കുറേ കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് ചുറ്റുള്ളവരോടും ദൈവത്തോടുമുള്ള എൻ്റെ സ്നേഹത്തിൽ കണ്ടീഷനുണ്ട്. അന്നേരം എൻ്റെ ഈ ധ്യാനത്തിന് വരുമ്പോഴേക്കും എൻ്റെ ഒരു മെയിൻ ഇതായിരുന്നു, എനിക്ക് അൺക്രിയേറ്റഡ് ലവ് വേണം, അൺക്രിയേറ്റഡ് ലവ്. അന്നേരത്തേനും ഒക്കെ ടോക്കുകൾ വെക്കുന്ന കുറേയൊക്കെ നമ്മൾ ഒത്തിരി ഞാൻ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുള്ളതും ഒക്കെ ആയിരുന്നു. കുറേ ബോധ്യങ്ങൾ കിട്ടി. അന്നേരം ഉച്ച കഴിഞ്ഞത്തെ ഇന്നത്തെ ബോധ്യവും മെയിനായിട്ട് എന്നെ ഇന്ന് സ്ട്രൈക്ക് ചെയ്ത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയെ പറ്റി ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അന്നേരം അത് കുറേ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. ധൂർത്തപുത്രൻ പോയി പിന്നെ വന്നു, മൂത്തപുത്രനാണ്. ഞാൻ പല പ്രാവശ്യം മൂത്തപുത്രനായിട്ട് തന്നെ വെച്ച് നോക്കി. അന്നേരം ദാസ്യവേല ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് പോയി. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും കുർബാന സ്വീകരിക്കാൻ നേരം കുർബാനയിൽ ഞാൻ സാധാരണ ഒത്തിരി ഇങ്ങനെ വിളിച്ച് അറ്റൻറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും. ഇന്ന് അറ്റൻഡ് ചെയ്യാൻ ആദ്യത്തെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കെല്ലാം മുറിഞ്ഞു പോവുക, ഏതാണ്ടെല്ലാം ചിന്തകളൊക്കെ വന്നു. ഒരു പകുതിയോളമായി എനിക്ക് ഭയങ്കര വിഷമായി. കർത്താവെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് മനസ്സിലോട്ട് ഇത് വന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി? ജോൺ 6:29, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അന്നേരം ഞാൻ ചെയ്തു കൂട്ടുന്നതല്ല, പക്ഷേ അവിടുത്തെ അയച്ചവനിൽ വിശ്വസിക്കുക. അന്നേരത്തിന് അത് വലിയൊരു ബോധ്യമായിട്ട് ഇങ്ങനെ വന്നു. അന്നേരം ആദ്യത്തിന് വിശ്വസിക്കും, അവിടെ കർത്താവെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അതൊരു ഭയങ്കര ബോധ്യമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരും. ആ സമയമ്പോഴും കുർബാന സ്വീകരണത്തിൻ്റെ സമയമായി. കുർബാന സ്വീകരണത്തിന് ചെന്നപ്പോഴേക്കും ഞാൻ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പ്രാർത്ഥിക്കാനായിട്ട് വരുവാണ്. എനിക്ക് അൺക്രിയേറ്റഡ് ലവ് തരണമെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അന്നേരത്തേനും റോമാക്കാരുടെ 8-ാമത്തെ ഇതിനകത്ത് ഇത് വരിക, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്നാൽ ദൈവഹിതമനുസരിച്ചാണ് ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അന്നേരം ഞാനിങ്ങനെ ഭാഷാവരത്തിൽ സ്തുതിച്ചു വരുമ്പോൾ എനിക്കിങ്ങനെ കണ്ണെല്ലാം നിറഞ്ഞു ഒഴുകുന്നതിൻ്റെ എനിക്ക് ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഇങ്ങനെ വരിക. അന്നേരത്തേനും എൻ്റെ മുന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി, നീ ദാസ്യവേലയാണ് ചെയ്യുന്നത്, നീ മൂത്തപുത്രൻ. അങ്ങനെ എനിക്ക് തന്നെ ഞാനൊരു മൂത്തപുത്രൻ്റെ ആ പൊസിഷനിൽ എന്നെ കാണുവാനായിട്ട് എനിക്ക് പറ്റി. അന്നേരം ഞാൻ മൂത്തപുത്രനെ പോലെ എനിക്ക് അൺക്രിയേറ്റഡ് ലവ് തരുമോ? അങ്ങനെ ചോദിക്കുക. അതുപോലെ എനിക്ക് തോന്നി, കർത്താവേ ഞാനൊരു ദാസിയെ പോലെ ആയിരുന്നു ഇത്രയും നാളും ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിലൊരു സ്വരം ഇങ്ങനെ ആ പിതാവ് പറയുന്ന അതേ വാക്കുകളിങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി, മകനെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. അന്നേരം അത് ഭയങ്കര ഒരു ട്രൂത്തായിട്ട് അതിങ്ങനെ എന്നിലിങ്ങനെ നിറയുന്നത് പോലെ തോന്നി. എന്നിട്ട് ഞാൻ എന്തിനേലും ചോദിക്കുന്നത്, എനിക്കുള്ളതെല്ലാം എൻ്റേതാ, ദൈവമേ നീ മൊത്തം എൻ്റേതാ. അന്നേരം ദൈവം തന്നെ, ഞാൻ എന്തിനാ ചോദിക്കുന്നത്? അങ്ങനെ ഒരു ഭയങ്കര ഒരു ബോധ്യം, ഭയങ്കര സന്തോഷം.
എനിക്കിങ്ങനെ കുർബാന ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹവും ഭയങ്കര സ്നേഹങ്ങൾ തോന്നിയിട്ട് കരച്ചിലിങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനെങ്ങനെയോ ഭക്ഷണം കഴിച്ച് ഓടിപ്പോയി ചാപ്പലിൽ പോയിരുന്നു. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ അറിയത്തില്ല. അന്നേരത്തേനും എൻ്റെ ബ്രദർ രാവിലെ പഠിപ്പിച്ച പ്രാർത്ഥന, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, അതിങ്ങനെ പാടിക്കോ കുറേ നേരം ഇരുന്നു. അന്നേരം ആ ഒരു ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ഞാനിങ്ങനെ വരുമായിരുന്നു. വലിയ കണ്ടോ ഇത് റെക്കോർഡ്